സന്തോഷപ്രദമായ വാസസ്ഥാനവും നൽകണമേ. അവസാനത്തിൽ മുതലത്തിലായിരിക്കുകയും ഓരോരുത്തർക്കനുസരിച്ച് പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് എന്റെ വലുതുഭാഗത്തെ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാനും അവരോടൊക്കെ ചെന്നവസ്ഥയും സ്തോത്രം പാടുവാനും ഈ അമ്മയെ യോഗ്യത നൽകണമേ. തന്റെ പ്രത്യക്ഷതയിൽ തന്റെ ആത്മാവിനെയും തന്റെ വരവിൽ ഭൂമത്തെ നവീകരിക്കുകയും തന്റെ ശബ്ദത്താൽ ജീവിപ്പിക്കുകയും തന്റെ കൽപ്പനയാൽ തുടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുകയും തിരുവിഷ്ടപ്രകാരം അവരെ മരണമില്ലായ്മ അണിയിക്കുകയും
തന്റെ ഉന്നത രാജ്യത്തിലേക്ക് തന്റെ ഭക്തരെ ഉയർത്തുകയും യോഗ്യതയോടെ തന്റെ പടവറയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും തന്റെ ശ്രേഷ്ഠതയുടെ പ്രഭ അവരെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന വിസ്മരണീയ പുനരുദ്ധാരകനായ കർത്താവിന്റെ സ്തുതി. തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോടുകൂടി ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെ സ്തുതിയും ബഹുമാനവും ആരാധനയ്ക്ക് യോഗ്യമാകുന്നു. ജീവനുള്ളവരുടെ തലവനും വാങ്ങിപ്പോയവരുടെ നാഥനുമായ ശ്രീവാദപുരാജൻ എന്നിൽ വിശ്വസിക്കുന്ന ഏവരും മരിച്ചാലും ജീവിക്കും, എന്നിൽ സങ്കേതപ്പെടുകയും ശരണം പ്രാപിക്കുകയും ചെയ്യുന്ന ഏകാത്മാവിന്റെ പുനരുദ്ധാനവും ജീവനും രക്ഷകനുമാകുന്നുവെന്ന് നിർവാചികമായി വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, നിന്റെ പ്രത്യാശ നിദ്ര പ്രാപിച്ച ഈ താൽക്കാലിക ജീവിതത്തെ വിട്ടുമാറിയിരിക്കുന്ന ഈ സഹോദരരുടെ ആത്മാവിനെ ഇപ്പോൾ കൃപയോടെ സ്വീകരിച്ച് വാത്സല്യപൂർവ്വം ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തണമേ. നിന്റെ അടുക്കിലേക്ക് വരുന്ന മാർഗത്തിൽ ഞങ്ങളുടെ ആത്മാക്കളെ ഉപകരിക്കുവാനായി അന്തരീക്ഷത്തിലെ ഇവിടങ്ങളിൽ പ്രതികരിക്കുന്നവരും ദുഷ്ടന്മാരുടെ നാശത്തിനായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരുമായ സംഘങ്ങളിൽ നിന്ന് ഈ ദാസിയെ സംരക്ഷിച്ചുകൊള്ളണമേ. നിന്റെ സമാധാന ദൂതന്മാർ മൂലം നിന്റെ വിശുദ്ധന്മാരുടെ ഭാഗ്യകരമായ വാസസ്ഥാനങ്ങളിലേക്ക് ഈ മാതാവിനെ നയിച്ചുകൊള്ളണമേ. വിശുദ്ധനായ ദൈവമേ, നിന്റെ ദാസിയോട് കരുണ ചെയ്യണമേ. കരുണയായ ദൈവമേ, നിന്നെ വിശ്വസിച്ചുള്ള ഈ സഹോദരിയെ രക്ഷിച്ചുകൊള്ളണമേ. കൃപയുള്ളവരായ ദൈവമേ, ഈ ദാസിയെ നിന്നെ സംബന്ധിച്ച് പറയുകയും നിന്റെ സ്നേഹമായ വഹിക്കുകയും പുതിയ ജീവന്റെ വാഗ്ദാനമായ നിന്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരുത്തനെയും നീ ഉപേക്ഷിക്കരുതേ. ദയാലുവായ ദൈവമേ, മാമോദിസമൂലം നീ നൽകിയതായ പ്രകാശവസ്ത്രവും മൂലവനാകുന്ന മുദ്രയും നീ ദാസിയിൽ നിന്ന് ഉരിഞ്ഞു കളയരുതേ. നിന്റെ രാജ്യത്തിലുള്ള വാസത്തിൽ നിന്ന് ദൂരേറ്റ് കളയുന്നതായ ആ കഠിന ശബ്ദം ഈ ദാസികൾക്ക് ഇടയാകരുതേ. രണ്ടാമത് അനുഭവിപ്പാനും പോകുവാനും അതിനെ അറിയുകയില്ല എന്ന് പറയുന്ന ശബ്ദം കേൾക്കുവാൻ ഈ ദാസിയെ സന്ധ്യയാക്കരുതേ. ഈ മരണവിശ്വാസികൾക്ക് മാത്രമാകുന്നുവല്ലോ. കർത്താവേ, അറിവോടുകൂടി അറിവുകൂടാതെയുള്ള ദാസികളെ ഇപ്പോൾ പരിഗണിക്കണം. നിന്റെ രക്ഷയുടെ ദുർഭവത്ത് ബുദ്ധിമതികളായ കന്യകമാരുടെ ആത്മാക്കളുടെ കൂട്ടത്തിൽ ഈ ദാസിയെ ക്രമീകരിക്കണമേ. ഈ ദാസിക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്ന ബാധ്യതകളായ ഞങ്ങളെ പരിപാലനയുടെ നടപടികൾക്കും വിശുദ്ധമായ പെരുമാറ്റങ്ങൾക്കും ശക്തി നൽകി സഹായിക്കണമേ. ദോഷരഹിതമായ നിര്യാണത്തിനും കലാസാരത്തിനും ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. അന്തരീക്ഷത്തിലെ ഉദ്രകരമായ എതിർപ്പുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ കൃപയാവുന്നതിനും ഞങ്ങളെ സംരക്ഷിക്കുകയും ദുഃഖങ്ങളുടെ ഏർപ്പെടുകയില്ലാത്തതായ നിന്റെ സന്തോഷ ഭവനങ്ങളിലെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണമേ. ഈ ലോകം അവസാനിക്കുകയും നിത്യലോകം ആരംഭിക്കുകയും ചെയ്യുന്ന അവസാനത്തിനും ബാധിച്ചതുമായ ആ മഹാദിവസത്തിൽ നിന്റെ രക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവയോഗ്യമാക്കി തീർക്കണമേ. നിന്റെ തിരുമുഖത്തായങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ വലതു ഭാഗത്ത് ഞങ്ങളെ പതിക്കിരുത്തണമേ. നിന്റെ പുഷ്ടിയായ സ്ഥലങ്ങളെ ഞങ്ങളെ ഗ്രഹിച്ചു കൊള്ളണമേ. നിന്റെ പെരുന്നാൾ ആഘോഷിച്ച് കടന്നിരുന്ന നിൽക്കുന്നവരായ സർവരക്ഷിത സംഘത്തോടു കൂടെ നിന്റെയും കാരുണ്യമാരാധനയും വിശ്വാസികളെ ജീവിപ്പിക്കുന്നവരായ പരിശുദ്ധരുടെയും കൃപയാലും മനുഷ്യ സ്നേഹത്താലും നിന്റെ ഭവനത്തിലെ ബുദ്ധി കൊണ്ട് ഞങ്ങളെല്ലാവരെയും പോഷിപ്പിക്കണമേ. ഉത്തമരായ തന്റെ നാമോർത്തമാ